നമസ്കാരം. ജർമ്മനിയിൽ നടന്ന ഒരു ആക്രമണത്തിൻ്റെ വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മളിലേക്ക് എത്തിയത്. അതായത് ഒരു പ്രസിദ്ധമായ ക്രിസ്മസ് മാർക്കറ്റ്, ആ മാർക്കറ്റിനുള്ളിലേക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ പാഞ്ഞു കയറുന്നുണ്ട്. അതിൽ 2 പേർ മരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. കാറിൽ നിന്നും സ്ഫോടക വസ്തു കണ്ടെത്തി എന്ന വാർത്ത ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതൊരു ഭീകരാക്രമണമാണോ എന്നൊരു സംശയം ലോകമെമ്പാടും ഉയർന്നിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം പ്രഥമ ദൃഷ്ടിയ അതൊരു ഭീകരാക്രമണമാണ് ആയി തോന്നും എന്ന് നമുക്കറിയാം. പക്ഷേ ഇതുവരെയും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലൊരു ആക്രമണം അത് ഭീകരാക്രമണമായിരുന്നു, അതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുക? ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിന് എന്താ പറയുക, അതിന് വിരുദ്ധമായ ചില വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ വാർത്തകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് സൗദി അറേബ്യ എന്നാണ്. പല വാർത്തകളും വരുന്നത് സൗദി അറേബ്യ എന്നാണ്. കാരണം ഈ ഒരു ആക്രമണത്തിൽ ഉൾപ്പെട്ട അത് ചെയ്തയാളെന്ന് പറയുന്നത് മുഹമ്മദ് താലിബാണ്. മുഹമ്മദ് താലിബ് സൗദി അറേബ്യൻ പൗരനായിരുന്നു. അയാൾ 2006 മറ്റോ ജർമ്മനിയിൽ കുടിയേറി 2016 അയാൾക്ക് അഭയാർത്ഥി സ്റ്റാറ്റസ് കിട്ടി, അവിടെ പെർമനൻ്റ് റെസിഡൻസ് എന്നുള്ള അനുവാദം കിട്ടിയ ആളാണ്. ആളൊരു സൈക്കാട്രിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പോൾ ഈ മനുഷ്യനാണ് ഈ ജനക്കൂട്ടത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയത്. തുടക്കത്തിലുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇയാൾ അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ടായിരുന്നു. ആള് സൗദി അറേബ്യക്കാരനാണ്, അഭയാർത്ഥിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇത് തീർച്ചയായിട്ടും ഒരു ജിഹാദി ആക്രമണമാണ് എന്ന് എല്ലാവരും തുടക്കത്തിൽ തന്നെ കണ്ണുമടച്ച് പറഞ്ഞത്. പക്ഷേ സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ വരുന്ന ചില വാർത്തകളുണ്ട്. അത് പക്ഷേ സൗദിയിൽ നിന്ന് വരുന്നതുകൊണ്ട് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് എനിക്കറിയില്ല. അവർ പറയുന്ന അനുസരിച്ച് ഇയാൾ ഇസ്ലാമിനെതിരാണ്, ഇയാൾ ഇസ്ലാമിൻ്റെ എക്സ് മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ സൗദി അറേബ്യക്കെതിരാണ്. അങ്ങനെ സൗദി അറേബ്യയ്ക്കും ഇസ്ലാമിനും എതിരായി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ എന്തിനാണ് ജർമ്മനിയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം, അതും ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് ഈ വണ്ടി ഇടിച്ചു കയറ്റിയത്. ക്രിസ്മസ് മാർക്കറ്റ് കുമാറെ അവിടെ ജർമ്മനിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2500-3000 മാർക്കറ്റുകൾ അങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. 1 മാസവും 2 മാസവും ഒക്കെ നടക്കുന്ന മാർക്കറ്റുകളാണ്. വലിയ തിരക്കാണ് അവിടെ. ഒരു കുഞ്ഞു ഉൾപ്പെടെയാണ് 2 പേര് കൊല്ലപ്പെട്ടത്. 68 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ മരണപ്പെടുമെന്നാണ് ജർമ്മനിയിലെ പോലീസും അവിടുത്തെ അധികാരികളും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇയാൾക്കിത് ജർമ്മനിയിൽ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം വിശ്വാസയോഗ്യമാണ്. ഒരുപക്ഷെ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. അതിനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇത്. ജിഹാദി ആക്രമണമാണ് എന്ന് പറയാൻ കാരണം ഒരു കാര്യം കൂടിയുണ്ട് കുമാറെ. ഇതിപ്പോൾ ജർമ്മനിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ ആക്രമണമൊന്നും അല്ല ഇത്. ജർമ്മനിയിൽ വലിയ തോതിൽ ഈ അഭയാർത്ഥികൾ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവിടെ തദ്ദേശീയരായ ആൾക്കാർ പറയുന്നുണ്ട്. അഭയാർത്ഥികളെ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യമാണ് ഈ ജർമ്മനിയുടെ. ഒരു പ്രശ്നം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇവർ ഈ 2ാം ലോകമഹായുദ്ധകാലത്തെ അവർ ലോകത്തോടെ കാണിച്ച ക്രൂരത, ജൂതന്മാരോടെ കാണിച്ച ക്രൂരത, അതിലൊരു വലിയ മനസ്താപം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം ആ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നു. ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തെ, മാനസികാവസ്ഥയെ മുതലെടുക്കുകയാണ് ഈ അഭയാർത്ഥികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക അഭയാർത്ഥികളെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ രീതി അത് ഈ ജിഹാദി ആക്രമണം എന്ന ഒരു വാദത്തെ ശരിവയ്ക്കുന്നതാണ്. തീർച്ചയായിട്ടും 80നോടടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുന്നു ഒരു കാർ പാഞ്ഞു കയറിയ ഉടൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് കൃത്യമായി വാഹനം ദീർഘനേരം അയാൾ ഓടിച്ചു കയറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷി മൊഴികളുണ്ട്. അപ്പോൾ പിന്നെ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടി അതാ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ കൂടെ കഴിയുമ്പോഴേ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരുള്ളൂ. ഒരു പക്ഷേ ഇത് വാർത്തകൾ പെട്ടെന്ന് വളച്ചൊടിക്കാൻ വേണ്ടിയായിരിക്കണം ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി ഇതിൻ്റെ ചരിത്രം, അതായത് ജർമ്മനിയിൽ ഇത് ആദ്യത്തെ ആക്രമണമല്ലല്ലോ. ജർമ്മനി 2016 ഇതുപോലെ ഒരു ട്രക്ക് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അന്ന് 13 പേരോ മറ്റോ ആണ് മരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിലോ മറ്റോ കത്തി ആക്രമണം നടന്നു. അതിലും എനിക്ക് തോന്നുന്നു 3 പേരോ മറ്റോ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഇസ്ലാമിക പശ്ചാത്തലമുള്ള അഭയാർത്ഥികളാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതും അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി തന്നെ ആവാനാണ് സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഒരു വിദ്യാഭ്യാസമുള്ള സൈക്കാട്രിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്ന 50 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിനോടുള്ള വിരോധം കാണിക്കേണ്ടത് ജർമ്മനിയിലല്ലല്ലോ. ആ ഒരൊറ്റ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുമാരേ, ഇതിനകത്തൊരു വളരെ വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുരക്ഷിതമായ ഒരു സ്ഥലമൊന്നുമല്ല നമ്മളുടെ കേരളവും ഭാരതവും. ഭാരതത്തിലും ഇത് എപ്പോൾ വേണേലും സംഭവിക്കാം. ഞാൻ അത് പറയുന്നത് എത്രത്തോളം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2016 കൊല്ലപ്പെട്ടു, അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന മലയാളിയായ IS ഭീകരൻ അബ്ദുൾ റാഷീദ് അബ്ദുള്ളയുടെ ശബ്ദ സന്ദേശമാണ്. ഈ അബ്ദുൾ റാഷീദ് ആരാണെന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ കുറേ പേരെങ്കിലും ഓർക്കുന്നുണ്ടാവും. 2016 പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 21 ആൾക്കാർ ഒരുമിച്ച് ISI ചേരാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രോവിൻസിൽ പോയി. അവരെ റിക്രൂട്ട് ചെയ്തതും അവരെ നയിച്ചതും ഈ അബ്ദുൾ റാഷീദ് അബ്ദുള്ള എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. ഇയാൾ അയാളുടെ ഭാര്യയോടൊപ്പമാണ് പോയത്. ഭാര്യയുടെ പേര്, അപ്പോഴത്തെ പേര് ഐഷ എന്നോ മറ്റോ ആണ്. അതിന് മുമ്പുള്ള പേര് സോണിയ സെബാസ്റ്റ്യൻ എന്നോ മറ്റോ ആണ്. അപ്പോൾ ഇവരാണ് പോയത്. ഈ അബ്ദുൾ റാഷീദ് അബ്ദുള്ള നിരവധി ആൾക്കാരെ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് ISലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ഷണിക്കാൻ വേണ്ടി ഇയാൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിലേക്ക് നിരവധി സന്ദേശങ്ങൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 20 സന്ദേശമെങ്കിലും NIA കണ്ടെടുത്തിട്ടുണ്ട്. NIAയുടെ ചാർജ് ഷീറ്റിൽ ഈ 20 സന്ദേശങ്ങളുണ്ട്. 2019 മറ്റോ ആണെന്ന് തോന്നുന്നു ഇയാൾ കൊല്ലപ്പെട്ടു, അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. അതും പൂർണ്ണമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ശബ്ദ സന്ദേശങ്ങളിൽ ഒന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ആഗോള തലത്തിൽ തന്നെയുള്ള ഇവരുടെ ഒരു മാനസികാവസ്ഥയാണ്. എങ്ങനെ കാഫിറുകളെ കൈകാര്യം ചെയ്യാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയുക, ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക, അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ നമ്മളെ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് മഹാകുംഭമേള, തൃശ്ശൂർ പൂരം, ഇതിലേക്കൊക്കെ വണ്ടി ഇടിച്ചു കയറ്റാനാണ് പറയുന്നത്. ഇപ്പോൾ താലിബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ജർമ്മനി ചെയ്തതും ഇത് തന്നെയാണ്. മതഭ്രാന്താകുകയും ആ മതഭ്രാന്ത് അന്യമത വിരോധത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഈ തീവ്രവാദ ആക്രമണങ്ങൾ ഈ വ്യാപകമായതോടുകൂടി പല രാജ്യങ്ങളും ഇതിനെതിരായിട്ടുള്ള ഒരു കൗണ്ടർ വിജയകരമായി വികസിപ്പിച്ചു. അതുകൊണ്ടായിരിക്കണം ഈ ഡെസ്പറേറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പറയുന്നത്. കയ്യിൽ കിട്ടിയത് എന്തുമെടുത്ത് മുന്നിൽ കാണുന്നവനെ കൊല്ലുക എന്ന ഒരു തന്ത്രത്തിലേക്ക് ഈ ജിഹാദിസ്റ്റുകൾ പോയത്. ഒരുപക്ഷെ ഡെസ്പറേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഡെസ്പറേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ചെയ്യുന്നതോടുകൂടി ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുന്നു എന്ന് ഭ്രാന്തമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ അബ്ദുൾ റാഷീദ് അബ്ദുള്ളയുടെ മറ്റൊരു സന്ദേശത്തിൽ അയാൾ പറയുന്നത്, ഞാൻ ജീവിക്കുന്നതിനെ പോലെ തന്നെ മരണത്തെയും സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്തരം ആശയങ്ങൾ ഉള്ളിൽ നിറച്ചവർക്ക് ഡെസ്പറേഷൻ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഞങ്ങൾ ചെയ്യുന്നു. ആ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഇത് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇത് കണ്ടെത്താനും സർക്കാരുകൾ തയ്യാറാവണം. ഇപ്പോൾ ഭാരതം വളരെ കൃത്യമായിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2004 മുതൽ 2014 വരെയുള്ള ഒരു സമയമെന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനം തീവ്രവാദി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ജനങ്ങൾ കൂടുന്ന എവിടെയും, അതായത് വിശ്വസിച്ച് ഒരിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ദില്ലി പോലെയുള്ള രാജ്യ തലസ്ഥാനത്ത് പോലും 2014 ശേഷം സ്ഥിതി മാറിയില്ലേ? അതെ. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കണം. ഇന്നിപ്പോൾ ഈ ജർമ്മനിയിലെ ആക്രമണം നടന്ന ശേഷം കേൾക്കുന്നത് ന്യൂയോർക്കിലും സമാനമായ എന്തോ ഭീഷണിയുണ്ട്. ന്യൂയോർക്ക് പോലീസ് അവിടുത്തെ ക്രിസ്മസ് ആൾക്കൂട്ടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ
നടപടികൾ എടുക്കുന്നു എന്നാണ്. ഈസ്റ്ററിൻ്റെ സമയത്ത് ശ്രീലങ്കയിൽ തൊട്ടപ്പുറത്ത് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ലോകം നേരിടുന്ന ഒരു വലിയ ഭീഷണി, ഇസ്ലാമിക തീവ്രവാദം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ഭീഷണിയിലേക്ക് തന്നെയാണ്. ഈ 1.5 വർഷം മുമ്പ് കോയമ്പത്തൂരിൽ ഇത്തരത്തിലൊരു കാർ ബോംബ് ആക്രമണം നടത്താനുള്ള ശ്രമമുണ്ടായി എന്നേ പറയാൻ പറ്റൂ. അത് ഒരു ദീപാവലി ദിനത്തിലായിരുന്നു. അപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഉത്സവങ്ങളുടെ നാടായ ഈ ഇന്ത്യ എത്രമാത്രം ഇത്തരം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ ശബ്ദ സന്ദേശത്തിൽ കേട്ടില്ലേ? അതെ, അബ്ദുൾ റഷീദ് അബ്ദുള്ള പറയുന്നുണ്ട് തൃശ്ശൂർ പൂരം മഹാകുംഭമേള എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ വേണ്ടാത്ത, ഇതൊക്കെ എന്തൊക്കെ ഇങ്ങനത്തെ നിങ്ങൾ കേട്ട് കാണുമല്ലോ, എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തനൊരു ഭ്രാന്ത് തോന്നിയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊരു വലിയ ഭീഷണിയാണ്. അത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് നമ്മൾ മതേതരത്വത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ട ആ ഒരു സ്ഥിതി വരരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഇത്തരം ഇപ്പോൾ ഈ മുംബൈ ആക്രമണം പോലുള്ള ആക്രമണങ്ങൾ, അതിന് ഈ ഭീകര സംഘടനകൾക്ക് വലിയ ഒരുക്കങ്ങൾ വേണ്ടി വരുന്നു. ട്രെയിൻഡ് ടെററിസ്റ്റിനെ അവർക്ക് ആവശ്യമായി വരുന്നു. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾക്ക് ഓൺലൈനിലൂടെ പരിശീലിപ്പിച്ച ഒരു ഭീകരൻ മതി. തീർച്ചയായിട്ടും വർഷങ്ങൾ മുമ്പ് നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടെക്കിയെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ബംഗാളിയായിട്ടുള്ള ഒരു പയ്യനായിരുന്നു, 22-24 വയസ്സേ ഉള്ളായിരുന്നു. അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാളൊരു ഇസ്ലാമിക തീവ്രവാദിയുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടില്ല, ഒരു ഓർഗനൈസേഷനുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. അയാൾ ഈ ഇരുന്ന് ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഇത്തരം പ്രഭാഷണങ്ങൾ കാണുകയും ഇത്തരം ലിറ്ററേച്ചർ ഓൺലൈനിലൂടെ പഠിക്കുകയും ഒക്കെ ചെയ്ത് അയാൾ ഇറങ്ങി തിരിച്ചതാണ് ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരെ എത്ര പെട്ടെന്ന് ഇതിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി NIA തടസ്സപ്പെടുത്തിയ ധാരാളം ആക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായി. തീർച്ചയായിട്ടും ഇവർ ഗൂഢാലോചന നടത്തുമ്പോൾ തന്നെ NIAയുടെ പിടിയിലാവുകയാണ്. ഈ കുക്കർ ബോംബുകളും മറ്റും ഫെയിൽഡ് ആയിട്ടുള്ള ചില അറ്റംപ്റ്റുകളും നടന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ ഇതായി വരുന്നുണ്ടോ? ഈ ഇത്തരത്തിലുള്ള ആഗോളതലത്തിൽ ഇതൊരു വലിയ ഭീഷണിയാണ്. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ താങ്കൾ പറഞ്ഞു NIA കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഭീകരാക്രമണങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അത് ഞാനും നേരത്തെ പറഞ്ഞാണ്. 2004 തൊട്ട് 2014 വരെ ഉണ്ടായതും പിന്നീട് ഉള്ള സ്ഥിതി മാറിയതും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഭാരതം കുറേ കാര്യങ്ങൾ, നമ്മൾ ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം താങ്കളിപ്പോൾ കോയമ്പത്തൂരെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കുമാറെ പറയുകയാണ്. കോയമ്പത്തൂർ ഈ പറയുന്ന തീവ്രവാദം അവിടെ വളർത്തിയ ആളായിരുന്നു SA ഭാഷ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ കേരളത്തിൽ അബ്ദുൾ നാസർ മദനി ഒരു കാലത്ത് ചെയ്ത മത തീവ്രവാദ പ്രഭാഷണങ്ങളെക്കാൾ ഭയങ്കരമായിട്ട്, പ്രഭാഷണം മാത്രമല്ല അതിനപ്പുറം വലിയ തോതിൽ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൂടിയാണ് SA ഭാഷ. അല്ലുമ എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായിരുന്നു. ആ മനുഷ്യൻ്റെ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശവഘോഷയാത്രയ്ക്ക് അനുമതി കൊടുത്തു തമിഴ്നാട് സർക്കാർ. ആ ശവഘോഷയാത്രയിൽ 10,000 പങ്കെടുക്കുകയും ചെയ്തു. എന്ത് സന്ദേശമാണ് നമ്മളിത് സമൂഹത്തിന് കൊടുക്കുന്നത്? അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിയെ കൊല്ലാൻ ശ്രമിച്ച കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര കേസിലെ പിന്നിലെ സൂത്രധാരനാണ്. ആ മനുഷ്യന് ഇത്ര വലിയ വീരോചിതമായ യാത്രയപ്പാണ് അയാളുടെ മരണശേഷം കൊടുത്തത് അയാളുടെ അനുയായികൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാൻ തുരുത്തുകളുണ്ട്, പാകിസ്ഥാൻ ദ്വീപുകളുണ്ട് ഇന്ത്യക്കുള്ളിൽ. പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ഇന്ത്യ അനുകൂല ദ്വീപുകളോ ഒന്നും അവിടുത്തെ ഹിന്ദുക്കളില്ല. അവിടെ ഹിന്ദുക്കൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതങ്ങനെയല്ല. ഇവർ പാകിസ്ഥാൻ തുരുത്തുകളുണ്ട് ഭാരതത്തിനുള്ളിൽ. അതിനെതിരെ ശക്തമായ നടപടി എടുത്തേ പറ്റുള്ളൂ. അതിന് ഈ പറയുന്ന മതേതര സങ്കല്പവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും തടസ്സമാവാൻ പാടില്ല. കാരണം ഈ രാജ്യം നിലനിൽക്കണം. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ SA ഭാഷയുടെ ശവഘോഷയാത്രയ്ക്ക് നൽകിയ ആ ഒരു വലിയ പ്രാധാന്യം കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും സമൂഹത്തിൽ തീവ്രവാദവൽക്കരണം, റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിച്ചുകൂടാൻ
അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് എന്ന് ഒരു സന്ദേശം നൽകുന്നതാണ് ഇന്നത്തെ നടന്നിട്ടുള്ളത്. ഭീകരാക്രമണമാണ് എങ്കിൽ തീർച്ചയായും ജർമ്മനിയിൽ നടന്നിട്ടുള്ളത്. അത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കൊരു വലിയ പാഠവുമാണ്. ഈ തീവ്രവാദവൽക്കരണം, അതുപോലെ തന്നെ രാഷ്ട്രീയമായി പ്രീണിപ്പിക്കൽ, ഇതിനൊക്കെ എതിരെ വലിയൊരു സന്ദേശം കൂടിയാണ് അത് നൽകുന്നത്. സമൂഹം ഇത്തരത്തിൽ ഒരു വലിയ ജാഗ്രത കാട്ടേണ്ട സമയവും കൂടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ യു പിയിലെ യോഗി ആദിത്യനാഥൊക്കെ വളരെ കർശനമായ നടപടികളാണ് പല കാര്യങ്ങളിൽ എടുക്കുന്നത്. നമ്മുടെ ഇടത് ജിഹാദി കൂട്ടുകെട്ട് അതിനെതിരെ വലിയ തോതിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും യോഗി ആദിത്യനാഥോ യു പി ഭരണകൂടമോ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ശക്തമായ നടപടികൾക്ക് ഫലമുണ്ട് എന്ന് കൂടി അത് തെളിയിക്കുന്നതാണ്. നമസ്കാരം. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.